നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം സച്ചി ലോക്കപ്പിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ലോക്കപ്പിൽ വെച്ചെടുത്ത വീഡിയോ ഒക്കെ സച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു. കാരണം സുധി വന്ന് പോലീസുകാരുടെ കംപ്ലൈന്റ് പറയുന്നതൊക്കെ തനിക്ക് തന്റെ സാധനങ്ങൾ കിട്ടിയാൽ മതിയുള്ളൂ, ഒന്നും രണ്ടും അല്ല, 4 ലക്ഷം രൂപയുടെ മുതലാണ് കള്ളന്മാര് കൊണ്ടുപോയത്. പക്ഷെ അവന്മാരെ പിടിച്ചിട്ടും ആ മുതല് കിട്ടിയില്ല. കാരണം മറ്റൊന്നുമല്ല, അവന്മാരത് വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ അല്ലേ, പെട്ടെന്ന് തന്നെ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സച്ചി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് വീഡിയോ ഷൂട്ട് ചെയ്താണ് സച്ചി വീട്ടിലേക്ക് വരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താണ് സച്ചി, നീ ഓട്ടം പോയില്ലേ എന്ന് ചോദിക്കാണ്. ഇന്ന് ഓട്ടമില്ലായിരുന്നു അച്ഛാന്ന് പറയണം. അപ്പോഴേക്കും രേവതി വന്നിട്ട് ചോദിച്ചു, അല്ല സച്ചേട്ടാ, മഹേഷിന് ഫ്രിഡ്ജ് നോക്കാൻ പോവാന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്, പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് പോന്നേ? മഹേഷിന് ഫ്രിഡ്ജ് വാങ്ങിയോന്ന് ചോദിക്കാം. പിന്നെ ഫ്രിഡ്ജ് വാങ്ങി, ടി വി വാങ്ങി, എല്ലാം വാങ്ങിയെന്ന് പറയണം. പിന്നെ ഇവിടെ ഒരാൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ ടി വി ഒക്കെ വിറ്റെന്നും പറഞ്ഞോണ്ട് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വന്നായിരുന്നല്ലോ. എന്തിയേ ആ ബിസിനസ്മാൻ, എന്തിയേ, അവനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ കാര്യം? കാര്യമൊക്കെ ഉണ്ട് അച്ഛാ, ആ ബിസിനസ്മാനെ ഇങ്ങോട്ട് വിളിക്കുക, ചേച്ചി കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു. ആ സമയത്ത് രേവതിയോട് പറഞ്ഞു, നീ പോയി വർഷേനെ ശ്രീകാന്തിനെയും കൂടെ വിളിക്കാൻ പറയണം. അങ്ങനെ വർഷേനെ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വന്നു. ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു, എന്താ പുതിയ പ്ലാനുമായിട്ട് വന്നിരിക്കണമെന്ന് ചോദിക്കാം. ഇത് പ്ലാനൊന്നും അല്ലമ്മേ, ശരിക്കും ഒറിജിനലായിട്ട് നടന്നൊരു കാര്യമെന്ന് പറയണം. ഒറിജിനലായിട്ട് നടന്നോ? രവീന്ദ്രൻ ചോദിച്ചു, എല്ലാരും കൂടെ ഇവിടെ ഹാളിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? നീ കാര്യം എന്താ വെച്ചാ പറ, നീ എല്ലാരെയും വിളിപ്പിച്ചത് എന്തിനാ എന്ന് ചോദിക്കോടെ. അതെ, ഒരു വലിയ കാര്യമുണ്ട്. ഇവിടെ ചിലരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ബിസിനസ് നടത്തി 4 ലക്ഷം രൂപയുടെ ബിസിനസ് ഒറ്റ ദിവസം നടത്തി 1 ലക്ഷം രൂപ ലാഭം കിട്ടി എന്നൊക്കെ പറഞ്ഞു വന്നായിരുന്നല്ലോ. വന്നു, അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ്. കുഴപ്പമോ? എന്താന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് ഫോണിനകത്ത് ഷൂട്ട് ചെയ്ത ആ വീഡിയോ അത് ടി വി ആയിട്ട് കണക്ട് ചെയ്യുവാണ്. എല്ലാവരും ടി വിയിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴാണ് സുധി ഇങ്ങനെ പോലീസുകാരോട് അപേക്ഷിക്കുന്നത്, സാറേ, എന്റെ സാധനം, എന്റെ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട്, 4 ലക്ഷം രൂപയുടെ സാധനങ്ങളാ അവൻ അടിച്ചോണ്ട് പോയത്, എങ്ങനെയും വാങ്ങിച്ചു തന്നേ മതിയാവുള്ളൂ. ദേ വീട്ടിലാകെ പടം ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയാ. 4 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നാ പറഞ്ഞേ. 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞു 1 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടേ കാണിക്കുകയും ചെയ്തു. ആ പണം എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയെങ്കിലും എന്റെ പൈസ കിട്ടിയില്ലേലും കുഴപ്പമില്ല, എന്റെ സാധനമെങ്കിലും എനിക്ക് തിരികെ മേടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ആ ഒരു വീഡിയോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ എല്ലാവരും ഞെട്ടിപ്പോണം. ചന്ദ്രമതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധിയുടെ മുഖത്ത് രക്തമായും ഇല്ല, വെളുത്ത് സുധി നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ചോദിച്ചു, എന്താ സുധി ഇതെന്ന് ചോദിക്കുക. സുധി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ചന്ദ്രമതിക്ക് മനസ്സിലായി അപകടം, ഇനിയിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന്. പെട്ടെന്ന് തന്നെ രവീന്ദ്രനെ സുധിനെയും കൂടെ വിളിച്ചു. ഇങ്ങോട്ട് വാടാന്ന് പറയണം. സുധി അങ്ങോട്ട് വന്നു. സത്യമാണോടാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛാ, നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറ. ഇപ്പൊ ഈ കണ്ടതൊക്കെ, വീഡിയോ കണ്ടതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ? അത് പിന്നെ അച്ഛാ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. 3-4 പേര് വന്നിട്ട് കുറെ സാധനങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഇവൻ എന്ത് ചെയ്തു? ഇവൻ കൊടുത്തു, വിത്തൗട്ട് ബില്ലില്ലാതെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ എല്ലാരും പറ്റിക്കാന്ന് കരുതി കൊടുത്തതാ. പക്ഷെ അവന്മാരെന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് പണം കൊടുത്തിട്ട് പോയി. ആ പണം വീണ്ടും അവന്മാര് വന്നിട്ട് ഇൻകം ടാക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ വന്ന് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തെന്ന് പറയണേ. ഇതുപോലൊരു മണ്ടനായി പോയല്ലോ, ഇവൻ ഭയങ്കര ബിസിനസ്മാൻ ആവുന്നൊക്കെ പറഞ്ഞ്. എവിടത്തെ ബിസിനസ്മാൻ ആവാനായിട്ടാ? ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, സത്യമാണോടാ സുധീന്ന് ചോദിക്കാണ്. അതച്ഛാ, അങ്ങനെ ഒരു അബദ്ധം പറ്റി. നിനക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റി എങ്ങനെ നീ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? നീയല്ലേ പറഞ്ഞത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നാവുന്നു, എന്നിട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലോ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അതുവരെ മിണ്ടായിരുന്ന വർഷ ചോദിച്ചു, അല്ല അതൊക്കെ കാര്യം ഓക്കെ, പക്ഷെ എങ്കില് പകരം 4 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ പണം എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. വർഷയുടെ ചോദ്യം ന്യായമായിരുന്നു. പെട്ടെന്നാണ് ശ്രീകാന്ത് ശ്രുതിയൊക്കെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് 4 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് 1 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പണം എവിടുന്നാന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് മനസ്സിലായി പിടിക്കപ്പെടുമെന്ന്. അപ്പൊ എന്തേലും കള്ളത്തരം പറയണല്ലോ. പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് അവന്റെ അടുത്തേക്ക് ചെന്നു, സുധീയുടെ അടുത്തേക്ക് ചെന്നു. സുധീയുടെ അടുത്ത് നിന്ന് സുധീനെ തലങ്കം വിലകം അടിക്കണം. കള്ളത്തരം കാണിച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നോ? സത്യം പറയടാ, നിനക്ക് ആ പണം എവിടുന്നാ കിട്ടിയെന്ന്. കാരണം ചന്ദ്രമതിക്ക് സുധിയെ എങ്ങനെയും രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി ആക്രമിക്കുക, അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കുക. പിന്നീട് സുധിയോട് പറഞ്ഞ് സത്യം പറയണമെന്ന് പറഞ്ഞ് തലങ്കം വിലങ്കം അടിക്കുകയാണ്.
രവീന്ദ്രൻ പറഞ്ഞു, എടി ഇങ്ങനെ അടിക്കാതെ, നീ എന്തിനാ ഇങ്ങനെ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ചന്ദ്രമതി ഉത്തരം കൊടുക്കുന്നില്ല. ചുമ്മാ അങ്ങോട്ട് കാളം പൂളമിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, തല്ലല്ലമ്മ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറഞ്ഞു, അമ്മേ തല്ലല്ല, ഇനി തല്ലല്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇടയ്ക്കിലേക്ക് കയറുവാണ്. ആ സമയം ചന്ദ്രമതി പറയടാ, നീ ആരുടെ കയ്യിൽ നിന്നാടാ പണം വാങ്ങിയെന്ന്. അങ്ങനെയാണ് ചന്ദ്രമതി ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവന് ഇത്തിരി ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ചന്ദ്രമതി അങ്ങനെ പറയണേ. സത്യം പറ, നീ ആരുടെ കയ്യിൽ നിന്നാടാ പണം വാങ്ങിയത് എന്നും പറഞ്ഞിട്ട് അവനെ അടിച്ചിട്ടൊന്ന് കണ്ണെറി കാണിക്കുവാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, എടാ പറയടാ, നീ ആരോട് പണം വാങ്ങിയത്? ഈ 4 ലക്ഷം രൂപ നീ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാന്ന് ചോദിക്കണം. അപ്പോഴേക്ക് ശ്രുതിക്ക് കത്തി. ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാന്ന് പറയണം. ആ കണ്ടോ, അപ്പം നീ നിന്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ? അപ്പോഴേക്ക് സച്ചിക്ക് മനസ്സിലായി ഇതെന്തോ കള്ളത്തരമാന്നുള്ള കാര്യം മനസ്സിലായി, ഊടാന്നുള്ള കാര്യം മനസ്സിലായി. വർഷയ്ക്കും അതുപോലെ തന്നെയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, 4 ലക്ഷം രൂപ കടം വാങ്ങിയോ? അതെ അച്ഛാന്ന് പറയണ. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി ഇത്, നീ ആരോടെ 4 ലക്ഷം രൂപ കടം വാങ്ങിയെന്ന് ചോദിക്കാം. അത് പിന്നെ രവീന്ദ്രൻ ചോദിച്ചു, പറയടാ, 4 ലക്ഷം രൂപ ആരോടാ നീ കടം വാങ്ങിയത്? എൻ്റെ ഫ്രണ്ട് സന്തോഷിൻ്റെ കയ്യിൽ നിന്ന്. ഫ്രണ്ട് സന്തോഷം? അതേതാടാ? അല്ല, പാർക്ക് വെച്ച് ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു. അവൻ പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന. ഇതിനു മുമ്പ് ഞാൻ അവൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അവനാ തന്നേന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, ഇപ്പം എല്ലാവരുടെ സംശയം മാറിയല്ലോ. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, കണ്ടില്ലേ, ഇനി ശ്രുതിനെ ആരും വഴക്ക് വരേണ്ട കാര്യമില്ല. ശ്രുതിക്കൊരു അബദ്ധം പറ്റി, ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങി. അതിലിപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ശ്രുതി തന്നെയല്ലേ കട തുടങ്ങിയത്. ശ്രുതിനെ ഇനിയിപ്പോൾ ആ 4 ലക്ഷം രൂപ അടച്ചു തീർക്കണം. അത് ശ്രുതിയായിട്ട് തീർത്തോളും. പിന്നെ ആർക്കും ഇതിന്റെ പേരിൽ ഒരു സംശയം വേണ്ട, ഒരു ടെൻഷനും വേണ്ട. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് സച്ചി ഇങ്ങനെ രേവതിനെ ഒന്ന് നോക്കുവാണ്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും ഇടയ്ക്ക് 4 ലക്ഷം രൂപയൊക്കെ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം പറിച്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് രക്ഷപ്പെടുവാണ്. ചന്ദ്രമതിക്കറിയാൻ അവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നുള്ള കാര്യം. ഈ സമയത്ത് രേവതിക്ക് സജിക്ക് നല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുവാണ്. പിന്നീട് ശ്രുതി മുറിയിലേക്ക് വരുമ്പോഴത്തേനും ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി എന്നു. ശ്രുതി എന്നിട്ട് പറഞ്ഞു, അല്ല ശ്രുതി, നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കുക. എന്ത്? എടാ, നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ, ഇത്ര വലിയ കള്ളത്തരം കാണിച്ച എന്തിനാ? അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞു പോയല്ലോ 4 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്ന. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായിപ്പോയി. അത് മാത്രമല്ല, അവന്മാര് അത്ര സാധനം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിന്നോട് ആരാ പറഞ്ഞേ ഈ ബില്ലില്ലാതെ സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട്? അത് പിന്നെ അങ്ങനെയൊക്കെ പെട്ടെന്ന് ആ ടെൻഷനിൽ അങ്ങ് ചെയ്തു പോയതാ. പൈസ 4 ലക്ഷം കിട്ടുമല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ വേറെ ഒന്നിനെക്കൂടും ചിന്തിച്ചില്ലെന്ന് പറയണം. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഇങ്ങനെ കള്ളത്തരം കാണിച്ചോണ്ടല്ലേ ഇപ്പൊ നിന്റെ സാധനങ്ങളെല്ലാം പോയത്. ഇപ്പൊ നീ 4 ലക്ഷം രൂപയുടെ കടക്കാനായില്ലേ എന്ന് ചോദിക്കുകയാണ്. എടാ, നീ ഇതെങ്ങനെ ഈ പണം അടച്ചു തീർക്കും? നിനക്ക് വല്ല ബുദ്ധിയും ബോധം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ. എന്ത് പ്രശ്നം? നീ കാര്യം എന്താ വെച്ചാൽ പറ. അത് ഞാനേ ഒരു കാര്യം പറഞ്ഞ് നീ എന്നോട് ദേഷ്യപ്പെടുമോന്ന് ചോദിക്കാം. ദേഷ്യപ്പെടേണ്ട കാര്യമാണോ അല്ലെന്ന് അറിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. നീ കാര്യം എന്ന് വെച്ചാൽ ആദ്യം പറ. അത് 4 ലക്ഷം രൂപ സന്തോഷിന്റെ നിന്ന് കടം വാങ്ങിയതല്ല. പിന്നെയോ? പിന്നെ എവിടുന്നാന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് അമ്മ സഹായിച്ചാന്ന് പറയണേ. അപ്പൊ ആന്റിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞോ? അപ്പൊ ആന്റിയോട് മറച്ചു വെച്ചാൽ നീ എല്ലാം ചെയ്തേന്ന് പറഞ്ഞോ? അതാ അമ്മ ചുമ്മാ കള്ളത്തരം പറഞ്ഞ. അമ്മയ്ക്കെല്ലാം അറിയാം. അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയണ. അമ്മ ഹെൽപ്പ് ചെയ്തോ? അതെ, രേവതിയുടെ സ്വർണം എടുത്തു തന്നു. രേവതിയുടെ സ്വർണം കൊണ്ട് ഞാൻ വിറ്റെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തലയിലൊരു ഇടുത്തി വീണ അവസ്ഥയായിപ്പോയി ശ്രുതി പെട്ടെന്ന് ചോദിച്ചു, നീ എന്താടാ പറഞ്ഞേ? രേവതിയുടെ സ്വർണം കൊണ്ടേ വിറ്റെന്നോ? പിന്നെ തലങ്ങും വിലങ്ങും ശ്രുതി അടിക്കുകയാണ്. എടാ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഇനി നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? സച്ചിയുടെ സ്വഭാവം അറിയാലോ. സച്ചി ഉറപ്പായിട്ട് ഇത് കണ്ടെത്തും. വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. നീ ഇതെന്ത് ഭാവിച്ച ശ്രുതി? എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ. ഇതിനേക്കാളും ഭേദം നീ എൻ്റെ അടുത്തുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കള്ളത്തരവ് കാണിച്ചു കൂട്ടി വെച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതിയാണെങ്കിൽ വായി വന്നെല്ലാം വിളിച്ചു പറഞ്ഞ് അവനെ തല്ലുവേണം. അവസാനം ശ്രുതി പറഞ്ഞ് സംഭവിച്ചു പോയി ശ്രുതി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അതിന് പകരം വേറെ സ്വർണം വാങ്ങിച്ചു വെക്കാന്ന് പറയാം. മുക്കുവണ്ടത്തിന് വരെ ആര് വെക്കും? നീ വെക്കുവോ? അത് വെച്ചോണ്ട് ശരിയാവുമോ എന്ന് ചോദിക്കുക. ദേ, രേവതിയുടെ സ്വർണ്ണം എടുത്ത് നീയാ വിറ്റേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പിന്നെ തീർന്നു കാര്യങ്ങൾ. ഈ വീട്ടിൽ നിന്ന് നമ്മൾ മിക്കവാറും പുറത്താണ്ടതൊക്കെ വരൂ എന്നൊക്കെ ശ്രുതി പറയണം. എന്ത് ചെയ്യാനാ, എനിക്കറിയത്തില്ല. വേറെ നിവൃത്തിയില്ലായിരുന്നു. അമ്മയാണപ്പോൾ ഇങ്ങനെ ഒരു നിർവാഹം പറഞ്ഞെന്ന് പറയാം. അതെ, എല്ലാത്തിനും നിനക്ക് അമ്മ കൂട്ടുണ്ടല്ലോ. ഇനി എന്താന്ന് വെച്ചാൽ ആയിക്കോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് ശ്രീകാന്തും വർഷയും കൂടെ സംസാരിച്ചിരിക്കുക. അപ്പോഴേക്കും വർഷ ശ്രീകാന്തിനോട് എന്താണെങ്കിലും ശ്രീകാന്തിന്റെ കാര്യത്തിൽ എനിക്ക്
ഒരു ടെൻഷനും ഇല്ല. അതെന്താ? അല്ല നീ പിന്നെ ഈ കുടുംബത്തിൽ അങ്ങനെ അധികം വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ ഓരോരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങളാന്ന് പറയണ. ആ സമയം ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ അങ്ങനെയാണെന്ന് നിൽക്കും. പിന്നല്ലാതെ. വർഷ പറഞ്ഞു, എന്നാലും എനിക്ക് നല്ലൊരു സംശയമുണ്ടെന്ന് പറയാം. എന്ത്? അല്ല ഈ 4 ലക്ഷം രൂപ കിട്ടിയതേ പാർക്ക് വെച്ച് കണ്ട ഒരു പരിചയമുള്ള ഫ്രണ്ടിൻ്റെന്നല്ലേ വാങ്ങിയെന്നല്ലേ പറഞ്ഞേ. അങ്ങനെ 4 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും കൊടുക്കുമോ ഒരു ഈടും ഇല്ലാതെ? അത് ശരിയാണല്ലോ. എനിക്ക് തോന്നുന്നു ഇത് ഇതേ രേവതി ചേച്ചിയുടെ സ്വർണം കൊണ്ട് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പൈസയാന്ന് തോന്നേ. അല്ല ആ 1 ലക്ഷം രൂപ. ഇത് കേട്ട് കഴിഞ്ഞാൽ ശ്രീകാന്ത് ചോദിച്ചു, അങ്ങനെ ആയിരിക്കുമോ? പിന്നെ അല്ലാതെ. സച്ചേട്ടൻ രേവതി ചേച്ചിക്ക് ഇതേ സംശയം തന്നെ ഉള്ളത്. ആ സ്വർണം എടുത്തത് സുധിയേട്ടനാന്നുള്ളത്. എൻ്റെ മനസ്സും അങ്ങനെ തന്നെ പറയണു. ഇത് ആ സ്വർണം തന്നെ എടുത്ത് വിറ്റ് കിട്ടിയ പൈസയാന്ന്. അല്ലാതെ നേരാൻ വഴിയെ സംഭവിച്ചോണ്ട് വന്നൊന്നും അല്ല. ആരോടും കടം മേടിച്ചാന്ന് എനിക്കും തോന്നുന്നില്ല എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് തോന്നി ശരിയാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അതുകൂടാതെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ വൈകുന്നേരം 8:30 ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല വേദയുടെയും വിക്രത്തിൻ്റെയും ഇഷിതയുടെയും മഹേഷിൻ്റെ അവരുടെയൊക്കെ വിശേഷങ്ങൾ നമ്മുടെ പുതിയ ചാനലിനകത്ത് ഡെയിലി സ്റ്റോറിക്കകത്താണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടവരെ ആ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.